कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे 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 कृष्ण कृष्ण हरे 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 राम നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടഗീം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം വജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശാം. ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിദം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീവിശാഖാനിം താം സാഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ നമസ്തേ സാരസദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭാതിക്ക് ജയ ഗുരുദേവ് की जय കോടി വൈഷ്ണവ ഭക്തർ की जय. ഹരേ കൃഷ്ണ എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിന്ന് ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ല പറഞ്ഞത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ ആരെങ്കിലും എഴുതിയിട്ടുള്ളവരാരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട് പ്രഭു, എന്താ കറക്റ്റ് അറിയില്ല. കുഴപ്പമില്ല നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആരെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാള് ക്വസ്റ്റ്യനും ആൻസറും പറയാ. അത് കഴിഞ്ഞിട്ട് ആൻസർ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും. ഓക്കെ. ഹരേ കൃഷ്ണ. ഓരോരുത്തർ ഓരോന്ന് വായിക്കട്ടെ പ്രഭു. എങ്ങനെയായാലും കുഴപ്പമില്ല. കൂടുതൽ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് വായിച്ചോളൂ. ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് 6 ഗോസ്വാമിമാർ ആരെല്ലാം? രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഒരാൾ വായിക്കും. രഘുനാഥ ദാസ ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി. ഓക്കെ. അതായത് ഞാനൊന്നുകൂടെ പറയാം. ശ്രീല രൂപ ഗോസ്വാമി, ശ്രീ സനാതന ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീല ഗോപാല ഭട്ട ഗോസ്വാമി, ശ്രീല ജീവ ഗോസ്വാമി, ശ്രീല രഘുനാഥ ദാസ് ഗോസ്വാമി. ഇവരാണ് 6 ഗോസ്വാമിമാരെന്ന് പറയുന്നത്. അതായത് വൃന്ദാവനത്തില് അവിടുത്തെ ക്ഷേത്രങ്ങൾ പുനരുജ്ജീവിക്കുക, അതേപോലെ തന്നെ ആത്മീയ ഗ്രന്ഥങ്ങളെ പറ്റി സ്റ്റഡി ചെയ്ത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഇവരായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരുന്നു രൂപഗോസ്വാമി. രൂപഗോസ്വാമി രചിച്ചതാണ് ഭക്തിരസാമൃത സിന്ധു. ഓക്കെ. അടുത്തത്
അടുത്ത ഞാൻ പറയാം. 12 രസങ്ങള്. ശാന്തം, കരുണം, ഭയാനകം, ഭീഭത്സം, വീരം, രൗദ്രം, ഹാസ്യം, അദ്ഭുതം, ദാസ്യം, വാത്സല്യം, സഖ്യം, മാധുര്യം. ഇതില് പ്രധാനപ്പെട്ടത് മാധുര്യം. ഓക്കെ. പിന്നെ അപ്പൊ ഇതില് നമ്മൾ പറയുമ്പോ പ്രധാന രസങ്ങള് 7ഉം പിന്നെ സെക്കൻഡറി 2, അങ്ങനെ 2 എണ്ണം ഉണ്ട്. ഒന്ന് പ്രൈമറിയും ഒന്ന് സെക്കൻഡറി എന്നാണ് 2 രസങ്ങളായിട്ട് തിരിഞ്ഞതില്. അതില് ശാന്തം, ദാസ്യം, ഒന്നുകൂടെ പറയണം പ്രഭു അവതാരികയില് അതിന്റെ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ കുഴപ്പമില്ല, ബുക്കില്ലാത്തവരുണ്ടാവുമല്ലോ, കുഴപ്പമില്ല. ഒന്നും കൂടെ പറയാം. മുഖ്യരസങ്ങള് ശാന്തരസം, ദാസരസം, സഖ്യരസം, വാത്സല്യം, മാധുര്യം, അങ്ങനെ 5 മുഖ്യരസങ്ങളുണ്ട്. അതായത് പ്രൈമറി രസങ്ങൾ എന്ന് പറയും. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മാധുര്യ രസം. പിന്നെ വരുന്നത് സെക്കൻഡറി രസങ്ങൾ, അല്ലെ അതിൽ പറഞ്ഞ ഹാസ്യം, അത്ഭുതം, വീരം, കരുണം, രൗദ്രം, ഭയാനകം, ബീഭത്സം, അങ്ങനെ സെക്കൻഡ് രസങ്ങൾ. അങ്ങനെ ടോട്ടൽ 12 രസമുണ്ട്. അതിന് അഖില രസാമൃതമൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ എല്ലാ രസങ്ങളും ഭഗവാന്റെ കയ്യിലാണ്. എല്ലാത്തിന്റെയും രസത്തിന്റെയും മൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് വായിച്ചോളൂ. ശാന്തി BS മാതാജി വായിച്ചോളൂ. ശ്രീല രൂപഗോസ്വാമി ആർക്ക് ആദരപൂർവ്വം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്? ജ്യേഷ്ഠ സഹോദരനും ആത്മീയാചാര്യനുമായ സനാതന ഗോസ്വാമിക്ക്. അപ്പൊ എന്താണ്, ആത്മീയ ഗുരു ആണ് ആര്? രൂപഗോസ്വാമിയുടെ ശരിക്കും ചേട്ടനാണ് ആര്? സനാതന ഗോസ്വാമി. അപ്പൊ സനാതന ഗോസ്വാമിക്ക് ആദരപൂർവം പ്രണാമം. അപ്പൊ എന്താണ്, സനാതന ഗോസ്വാമി ആരും കൂടെ ഗുരുവാണ്. ശ്രീല രൂപഗോസ്വാമിയുടെ ഗുരുവും കൂടിയാണ്, ചേട്ടനും കൂടിയാണ്, അല്ലെ, സഹോദരനും കൂടിയാണ്. അപ്പൊ ആ സഹോദരന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്തതാരും ആരാ വായിക്കുന്നത്? ഓക്കെ, അനിത മാതാജി. ഓക്കെ. ശ്രീല പ്രഭുപാദർ ആരെയെല്ലാം പ്രണമിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം വ്യാഖ്യാനിച്ചത്? ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി പ്രഭുപാദരുടെയും ഭഗവാനെയും പ്രണമിച്ചുകൊണ്ട്. ഭഗവാനെയും അതേപോലെ തന്നെ ആരൊക്കെയാണ്? ഭക്തി സിദ്ധാന്ത സരസ്വതി, അതായത് പ്രഭുപാദ സ്വാമിയുടെ ഗുരു, നേരിട്ട് ഫസ്റ്റ് ഗുരു. പിന്നെ രൂപഗോസ്വാമി ഗ്രന്ഥം രചിച്ച ആര്? പിന്നെ ചൈതന്യ മഹാപ്രഭുവിനെയും പ്രണമിച്ച്. അപ്പൊ 3 പേരെ പ്രണമിച്ചുകൊണ്ടാണ് പ്രഭുപാദ സ്വാമി ഇതിന്റെ വ്യാഖ്യാനം, അല്ലെ. നമുക്കറിയാം രൂപഗോസ്വാമിയാണ് രചിച്ചത്. അത് പിന്നെ വീണ്ടും നമുക്ക് മനസ്സിലാവേണ്ട രീതിയിൽ ഇതല്ലാതെ പ്രഭു ഒന്നുകൂടിയും പറയാം. ആരാണ് 3 പേര്? ഒന്ന് സരസ്വതി, ഭക്തി സിദ്ധാന്ത സരസ്വതി, പിന്നെ ശ്രീല എഴുതുമ്പോ മുഴുവൻ എഴുതണം. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ. ഓക്കെ. രൂപഗോസ്വാമി എഴുതണ അതുകൊണ്ട് ശ്രീല രൂപഗോസ്വാമി, പിന്നെ ചൈതന്യ മഹാപ്രഭു, 3 പേര്. അതായത് ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ഗുഹ്യമായിട്ടുള്ള അവതാരം, അല്ലെങ്കിൽ ഭക്തി അവതാരം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ 3 പേരും വണങ്ങിക്കൊണ്ടാണ് പ്രഭുപാദ സ്വാമി വ്യാഖ്യാനം. അപ്പൊ സ്വന്തം ഗുരുവിനെയും പിന്നെ ഗ്രന്ഥരചയിതാവായ രൂപഗോസ്വാമിനെയും പിന്നെ ചൈതന്യ മഹാപ്രഭുവിനെയും പ്രണമിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം എഴുതിയത്, ഈ ഗ്രന്ഥം വ്യാഖ്യാനിച്ചത്. അടുത്തത് ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയോട് ഉപദേശിച്ച 3 തത്വങ്ങൾ. കൃഷ്ണതത്വം, പറഞ്ഞോളൂ. ഭക്തിതത്വം, രസതത്വം. എന്താണ് അത്? ഞാൻ പറയാം. അത് നിങ്ങൾക്ക് അത് ക്ലാസ്സിൽ വിട്ടുപോയിരുന്നുണ്ട് എന്റെ ഓർമ്മയില്. അത് പറഞ്ഞേ. അപ്പൊ അത് ശരിക്കും പല രീതിയിൽ പറയാം. എന്നാലും ഇപ്പൊ കൃഷ്ണതത്വം എന്ന് പറഞ്ഞാലും അത് അഭിധേയത്വം എന്ന് പറയാം. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഒന്നുകൂടെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ശരിക്കും ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയോട് നമ്മളെ പോലെ എല്ലാ കാര്യങ്ങളും വ്യാഖ്യാനിക്കൂല, അല്ലെ. ആചാര്യൻ ടു ആചാര്യൻ എന്ന് പറയുമ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞു തരുള്ളൂ. അവർക്ക് ആ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മനസ്സിലാവും എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു ഈ ഭക്തിനെ പറ്റി 3 കാര്യം മാത്രമാണ് പറഞ്ഞു കൊടുത്തത്. അതെന്ന് പറഞ്ഞാൽ ഒന്ന് ആഭിധേയത്വം, പ്രയോജനത്വം, ഭക്തിരസം. അതിന് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരും കൃഷ്ണതത്വം, ഭക്തിതത്വം ഏകദേശം ഒക്കെ ഒരുപോലെയാണ്. ഇപ്പൊ നമ്മൾ ആഭിധേയതത്വം എന്ന് പറയുമ്പോൾ ഭക്തിയുദ്ധ സേവനത്തിന്റെ പ്രായോഗികമായിട്ടുള്ള രീതികൾ. ഭക്തിയുദ്ധ സേവനത്തിന്റെ ആഭിധേയ തത്വം, ഭക്തിയുദ്ധ സേവനത്തിന്റെ പ്രായോഗികമായിട്ടുള്ള രീതികൾ. അതായത് നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യം പഠിച്ചിട്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ ആക്കണം, അല്ലെ.
അപ്പൊ അതേപോലെ അത് പ്രാക്ടിക്കൽ അങ്ങനെ നമുക്കറിയാം, നമുക്ക് കുറെ കാര്യങ്ങള് ഭഗവാൻ പറയുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കണം. ആ തത്വം ഭക്തിയുത സേവനത്തിന്റെ പ്രായോഗിക തത്വങ്ങൾ, പിന്നെ അങ്ങനെ പ്രാക്ടിക്കൽ ആക്കിയിട്ട് പിന്നെ അതിന്റെ പ്രയോജനം. അപ്പൊ പ്രയോജന തത്വം, ഭക്തിയുടെ പരമമായ ലക്ഷ്യമാണ് കൃഷ്ണപ്രേമം. പ്രയോജനം എന്താണ് അതിന്റെ? അതാണ് ഭക്തിയുടെ പരമായ ലക്ഷ്യം, കൃഷ്ണപ്രേമമാണ് പ്രയോജന തത്വം. അടുത്തത് ഭക്തിരസം. ഭക്തിരസം എന്ന് പറഞ്ഞാൽ ഭക്തി എങ്ങനെയാണ് ഒരു അമൃത സമാനമായ രസമായി മാറുന്നത്. ഭക്തിരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി എങ്ങനെയാണ് ഒരു അമൃത സമാനമായ രസമായി മാറുന്നത്. ഈ 3 തത്വങ്ങളാണ് ആര് ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിനോട് ഉപദേശിച്ചത്. ആ ഉപദേശിച്ച സ്ഥലം തന്നെ ദശമാസ മേധഘട്ട്, അതായത് ഇവിടെയുള്ള പ്രയാഗ്രാജിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അത്. ഇപ്പോഴും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം, ആ ഘട്ടമൊക്കെ കാണാം നമുക്ക്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ശരിക്കും മഹാപ്രഭു രൂപഗോസ്വാമിക്ക് ഈ 3 തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈ തത്വങ്ങൾ അനുസരിച്ചാണ് പിന്നെ പലതരം ഗ്രന്ഥങ്ങൾ ആര് രൂപഗോസ്വാമി രചിക്കുന്നത് തന്നെ. അതായത് ഒന്ന് ആഭിധേയ തത്വം, ഭക്തിയുത സേവനത്തിന്റെ പ്രായോഗികമായിട്ടുള്ള രീതികൾ. നമുക്ക് പ്രായോഗികമായിട്ടുള്ള രീതികൾ വേണം അല്ലെ. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ക്ഷേത്രത്തിൽ പോകണം, ഒരു വിഗ്രഹം എങ്ങനെ ആരാധിക്കണം, അപ്പൊ അതിന്റെ രീതികളൊക്കെ കറക്റ്റായിട്ട് എഴുതണം, എന്നാലേ സാധാരണക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് പറഞ്ഞ ഭക്തിയുത സേവനത്തിന് പ്രായോഗികമായിട്ടുള്ള രീതികൾ 1. 2, അതുകൊണ്ട് എന്താ പ്രയോജനം അത് നമുക്കറിയണം അല്ലെ. അപ്പൊ ആ പ്രയോജനം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രേമമാണ്. പിന്നെ അതിന്റെ ഗുണം എന്താണ് ശരിക്കും പറഞ്ഞു, ആ ഗുണം എന്ന് പറഞ്ഞതാണ് നമ്മൾ ഭഗവാനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രേമം. അതിന്റെ ഗുണം നമുക്ക് കിട്ടണം അല്ലെ. ആ ഗുണം എന്ന് പറഞ്ഞതാണ് അമൃത സമാനമായ രസമാണത്. അത് ഭക്തിരസം എന്ന് പറഞ്ഞത് അമൃത സമാനമായ രസമായി മാറുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. അതെന്ന് പറഞ്ഞാൽ അമൃത സമാനമാണെന്ന് പറയുന്നത്. അങ്ങനെ 3 കാര്യങ്ങളാണ് ശരിക്കും രൂപഗോസ്വാമി വിവരിച്ചു കൊടുത്തത്. അപ്പൊ ചിലപ്പോൾ സ്ലൈഡിൽ ഉണ്ടാവില്ല, അതായതുകൊണ്ട് ഞാനത് വിട്ടുപോയത്. അതിന് അവർ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്തില്ലെങ്കിലും പിറ്റേ ദിവസം നമുക്ക് നോക്കിയിട്ടൊക്കെ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇത് ക്ലിയർ ആയില്ലേ? ഇത് അതെ, ക്ലിയർ ആയി പ്രഭു. ഹരേ കൃഷ്ണ. ഭക്തി രസാമുഖനെ വിഭജിച്ചത് എങ്ങനെ അതിലേതല്ല 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പൂർവ്വഭാഗം, പശ്ചിമഭാഗം, ഉത്തരഭാഗം, ദക്ഷിണഭാഗം. ഹരേ കൃഷ്ണ. അപ്പൊ അത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്തിരസാമൃത സിന്ധുവിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് കിഴക്ക്, പൂർവ്വ വിഭാഗം കിഴക്ക്, പിന്നെ ദക്ഷിണ വിഭാഗം അതായത് തെക്ക്, ഒന്ന് പശ്ചിമ വിഭാഗം പടിഞ്ഞാറ്, 3, 4 ഉത്തര വിഭാഗം വടക്ക്. അതിൽ എന്താണ് പൂർവ്വ വിഭാഗം എന്ന് പറയുന്നതാണ് ഭക്തിയുടെ വിവിധ ഘട്ടങ്ങൾ. നമ്മൾ ഓരോ പടിപടിയായിട്ട് ഉയരുന്ന രീതിയാണ് ഫസ്റ്റ്. അതിന് നമ്മൾ പഠിക്കാനുള്ളൂ. നമുക്ക് 1 തൊട്ട് 19 വരെ ചാപ്റ്റർ. അതിൽ ഭക്തിയുടെ വിവിധ ഘട്ടങ്ങളാണ് വർണ്ണിക്കുന്നത്. രണ്ടാമത്തേത് ദക്ഷിണ വിഭാഗത്തിൽ, അതൊന്നും പഠിക്കാനില്ല. ഭക്തിരസത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഭക്തിയുടെ ഘടകങ്ങൾ എന്നായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ പശ്ചിമ വിഭാഗത്തിൽ മുഖ്യ രസങ്ങൾ, നമ്മൾ 12 രസത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്, മുഖ്യ രസങ്ങൾ. പിന്നെ ഉത്തര വിഭാഗം വടക്ക്, അതായത് നമ്മൾ പ്രൈമറി സെക്കൻഡറി 1 പശ്ചിമ പടിഞ്ഞാറെന്ന് പറഞ്ഞത് മുഖ്യ രസങ്ങൾ, അതായത് പ്രൈമറി രസം. അതായത് നമ്മളിപ്പോ 5 രസം പറഞ്ഞില്ലേ, ആ 5 രസത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിക്കുന്നുണ്ട് പശ്ചിമ വിഭാഗത്തിൽ. പിന്നെ സെക്കൻഡറി, അതായത് രൗദ്രം, ഹാസ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 7 രസങ്ങളില്ലേ, ആ രസത്തിനെ പറ്റി വർണ്ണിക്കുന്നതാണ് ഉത്തര വിഭാഗം. അങ്ങനെ 4 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. പൂർവ്വ വിഭാഗം, ദക്ഷിണ വിഭാഗം, പശ്ചിമ വിഭാഗം, ഉത്തര വിഭാഗം. അതിൽ പൂർവ്വ വിഭാഗത്തിലാണ് ഭക്തിയുടെ വിവിധ ഘട്ടങ്ങൾ, നമ്മൾ സ്റ്റെപ്പായിട്ട് ഉയർന്ന് പ്രേമഭക്തിയിലേക്ക് വരേണ്ട രീതികളൊക്കെ അതിൽ പറയുന്നുണ്ട്. ദക്ഷിണ വിഭാഗത്തില് അതിലടങ്ങി രസം, പിന്നെ ശരിക്കും പറഞ്ഞ അഖില രസാമൃതമൂർത്തി എന്നല്ലേ പറഞ്ഞു. അപ്പൊ രസങ്ങള്, അതിന്റെ രസത്തിന്റെ ഘടകങ്ങളൊക്കെ എന്താണെന്നാണ് തെക്ക് ദക്ഷിണ വിഭാഗത്തിൽ പറയുന്നത്. പിന്നെ രസത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പൊ ആ രസം തന്നെ എന്താണ്, ആദ്യത്തെ 5 രസത്തെ പറ്റി പറഞ്ഞാണ് എന്നാണ് മുഖ്യ രസങ്ങൾ. പിന്നെ 4മത്തേത് വടക്കെന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡറി, ബീഭത്സം, ഹാസ്യം, അങ്ങനെയുള്ള രൗദ്രം, അതൊക്കെ എന്താണ് ഉത്തര വിഭാഗത്തിലാണ് പറഞ്ഞത്. ഇതാണ് ഗ്രന്ഥത്തിന്റെ ഒരു നിർവചനം.
ഇതിൽ നാം പഠിക്കുന്നത് ഏത് ഭാഗമാണ്? ഏത് ഭാഗം? പൂർവഭാഗത്തിലെ സാമാന്യ ഭക്തി. സാമാന്യ ഭക്തി, അതായത് നമ്മൾ ആദ്യത്തേത്, അതായത് പശ്ചിമ പൂർവ വിഭാഗം, അതായത് ഭക്തിയുടെ വിവിധ ഘട്ടങ്ങൾ അല്ലെ? അതിലെല്ലാതും വരും. അതിൽ വരുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സാമാന്യ ഭക്തി, സാധന ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമഭക്തി, അങ്ങനെ ജനറൽ ആയിട്ട് വരുമ്പോ അതാണ് ആദ്യം സാമാന്യ ഭക്തന്മാരായിരിക്കും നമ്മളല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലെവലിലേക്ക് കയറും, പിന്നെ അടുത്ത ലെവലിലേക്ക് കയറും. അതാണ് ഭക്തിയുടെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അപ്പൊ ഇത് 3 എഴുതണം. 19 അധ്യായത്തിന്റെ അത് 3 എഴുതാം. സാമാന്യ ഭക്തി, സാധന ഭക്തി, ഭാവഭക്തി 3 എഴുതണോ? അത് അങ്ങനെ എഴുതിക്കോ. ജനറൽ ആയിട്ട് പറയുമ്പോ നമ്മൾ ഭക്തിയുടെ വിവിധ ഘട്ടങ്ങളാണല്ലോ അത് നാം പഠിക്കുന്നത്. ഇതിൽ നാം പഠിക്കുന്നത് ഏത് ഭാഗത്ത് 3 തരത്തിൽ തിരിച്ചിട്ടുണ്ടല്ലോ 19 അധ്യായത്തിന്. അതെ, അതില് അടുത്ത 2 അധ്യായം സാമാന്യ ഭക്തി, ബാക്കിയുള്ള അധ്യായം 17, 16 വരെ സാധന ഭക്തി, 17, 18, 19 ഭാവഭക്തി. അങ്ങനെ എഴുതിക്കോ. അത് അപ്പൊ ക്ലിയർ ആവുമല്ലോ ഒന്നുകൊണ്ട്. ഓക്കെ ഓക്കെ ഹരേഷ്ണ, അതായത് സാമാന്യ ഭക്തി, സാധന ഭക്തി പ്ലസ് പ്രേമഭക്തി. ആ ഭക്തിയുടെ വിവിധ ഘട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ രസത്തിലേക്കൊന്നും കടക്കണില്ല ശരിക്കും പറഞ്ഞു. ഓക്കെ, അടുത്തത് ഹരേ കൃഷ്ണ. 4 ഭാഗങ്ങളായിട്ട് പറയാൻ കാരണം അനിതമാതാജ് ഒരു സെക്കൻഡ്, ആശമാതാജ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? അത് 4 ഭാഗങ്ങളായിട്ടല്ലേ തിരിച്ചേക്കുന്നേ? 4 ഭാഗങ്ങളാണ്. സാമാന്യഭക്തി, സാധനാഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. ശരി, ഞാൻ വിട്ടുപോയി. സോറി. ഭാവഭക്തി കൂടി ഉണ്ട് പറയുന്നിട്ട്, അങ്ങനെ വല്ല വിട്ടു. ഭാവഭക്തി അത് തന്നെ. സാമാന്യ ഭക്തി, സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. പ്രേമഭക്തിന് ഫ്രണ്ടില് ഭാവഭക്തി വരും. ഭാവഭക്തി 4 സെഷൻ. ഹരേഷ്ണ 19 പ്രേമഭക്തി. 19 പ്രേമഭക്തി. സാമാന്യ ഭക്തി, സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. ഇത് ജനറൽ ആയിട്ടാണ്. ശരിക്കും ഇതിന്റെ ഉള്ളിൽ കുറെ ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ അതിലേക്കൊന്ന് നമ്മൾ പറയില്ലേ, ഇപ്പൊ സയൻസ്, ഇപ്പൊ നമ്മൾ സാധാരണ കോളേജിൽ പോകുമ്പോൾ സയൻസ് ഡിവിഷൻ ആണോ അല്ലെങ്കിൽ കൊമേഴ്സ് എന്നുള്ളൊക്കെ പറയുന്ന പോലെ സയൻസിൽ തന്നെ കുറെ ഡിവിഷൻസ് ഉള്ള പോലെ ഇതിലൊക്കെ കുറെ സെഷൻസ് ഉണ്ട്. ജനറൽ ആയിട്ട് പറയുമ്പോ നമ്മൾ സാമാന്യ ഭക്തി, സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി എന്ന് പറയും. പ്രേമം തന്നെ പല സെക്ഷൻ ഉണ്ട്. ഓക്കെ, അടുത്ത് വായിച്ചോളൂ. നാം രൂപ അനുദാസ് എന്ന് പറയാൻ കാരണം ശ്രീല രൂപ ഗോസ്വാമിയുടെ പാത പിന്തുടരുന്നത് കൊണ്ടാണ് രൂപാനുദാസ് എന്ന് പറയുന്നത്. അതന്നെ. അപ്പൊ അതാണ് രൂപ ഗോസ്വാമിയുടെ പാത പിന്തുടരുന്നത് കൊണ്ടാണ് നമ്മൾ രൂപാനുദാസന്മാരെന്ന് പറയുന്നത്. കാരണം തത്വങ്ങൾ ഫോളോ ചെയ്യുന്നതാണെന്ന് എഴുതിയാലും കുഴപ്പമുണ്ടോ? ഇതാണ് ശരിക്കും രൂപാനു ഗോസ്വാമി എന്ത് പറഞ്ഞ് അത് നമ്മൾ ഫോളോ ചെയ്യണം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് രൂപ ഗോസ്വാമി എന്ത് പറയുന്നത് അതാണ് നമ്മളിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തത്വങ്ങൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് രൂപ ഗോസ്വാമിയുടെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ രൂപാനുദാസന്മാരെന്ന് പറയാൻ കാരണം. അത് ചെയ്തത് എങ്ങനെയാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം കൊണ്ടാണ്. ചൈതന്യ പ്രഭുവിന്റെ ആഗ്രഹം മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? രൂപഗോസ്വാമിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ചൈതന്യ മനോഭിഷ്ടം എന്ന് പറയുന്നതിന്റെ കാര്യമാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉള്ളിലുള്ള കാര്യം ചൈതന്യ പ്രഭു നേരിട്ട് പറയേണ്ടത് തന്നെ ആവശ്യമില്ല, അത് രൂപഗോസ്വാമിക്ക് മനസ്സിലാവും. അതാണ് പ്രത്യേകത. അതാണ് രൂപഗോസ്വാമിക്ക് അത് പറഞ്ഞു കൊടുക്കാനും ആ ഗ്രന്ഥങ്ങൾ രചിക്കാനും കാരണം. അടുത്തത് ചൈതന്യ മഹാപ്രഭു മുതൽ ശ്രീല പ്രഭുപാദർ വരെയുള്ള ഗുരു പരമ്പര. ചൈതന്യ മഹാപ്രഭു, രൂപ ഗോസ്വാമി, രഘുനാഥ ഗോസ്വാമി, ദീപ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി, ബാലദേവ ജഗന്നാഥർ, ഭക്തി വിനോദ ഠാക്കൂർ, ഗൗരകിശോരൻ, സിദ്ധാന്ത ഠാക്കൂർ, സരസ്വതി ഠാക്കൂർ, ഭക്തിവേദാന്ത പ്രഭുപാദർ. ഭക്തിവേദാന്ത പ്രഭുപാദർ ഇത്രയും പേരെ ഗുരു പരമ്പരയാണ്. നമ്മളെ ഭഗവത്ഗീതയിൽ കറക്റ്റ് ഫസ്റ്റ്
ഭഗവത്ഗീതയിലുണ്ട്, അത് നോക്കി എഴുതാം. മനസ്സിലായി? ചൈതന്യമായ ഫസ്റ്റ് പേജ് ഭഗവത്ഗീത എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഭഗവത്ഗീതയിലുണ്ട്. എല്ലാവർക്കും ഇല്ല ഭഗവത് ഇല്ലാത്തവർ എന്തായാലും വാങ്ങിക്കണം കേട്ടോ. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഭഗവത്ഗീതയെങ്കിലും നമ്മൾ വാങ്ങിക്കണം. മാതാജി ഒന്നുകൂടി പറയോ? ശ്രീ ചൈതന്യം, ഒരു സെക്കൻഡ് ഞാനൊന്ന് എടുത്തോട്ടെ. ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീ രൂപ ഗോസ്വാമി, രൂപ ഗോസ്വാമി, രഘുനാഥ ഗോസ്വാമി, ഭക്തി വിനോദ ഠാക്കൂർ അല്ലേ? പിന്നെ എന്താ വിശ്വ പറഞ്ഞല്ലോ? ഓ, വിശ്വനാഥ ചക്രവർത്തി, ശബരകിഷോർ, ശബരകിഷോരൻ കിഷോർ, എന്ത് കിഷോർ? ഗൗരകിഷോർ, ഗൗരകിഷോർ. നമ്മുടെ ആ ഇതിനകത്ത് കിടപ്പുണ്ട് മാതാജി, നമ്മുടെ ഈ ഭാഗവതത്തിനകത്ത് ഭഗവത്ഗീതയുടെ ഏതധ്യായത്തില്? 44-ാമത്തെ പേജില്. എല്ലാരും ഭഗവത്ഗീത വാങ്ങിച്ചിരിക്കണം കേട്ടോ. രേഷം ഭഗവത്ഗീത എല്ലാവർക്കും ഉണ്ടാവണം. ഇല്ലാത്തവർ എന്തായാലും വാങ്ങിച്ചിരിക്കണം. ഭഗവത്ഗീത അധ്യായം ഏതാ? അധ്യായം ഇല്ല, അധ്യായം തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് തുടങ്ങുന്നതിന് തന്നെയുണ്ട്. അധ്യായം 1 തുടങ്ങുന്നുണ്ട്. 44-ാമത്തെ പേജിലുണ്ട് മാതാജി. മുമ്പ് ആ ഓർഡർ ഉണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൊട്ട് AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ ലിസ്റ്റ് ശിഷ്യ പരമ്പരയിൽ നിന്ന് തന്നെയുണ്ട്. 44-ാമത്തെ പേജ് നോട്ട് ചെയ്താൽ മതി കേട്ടാ. 44-ാമത്തെ പേജില് ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അധ്യായം 1 തുടങ്ങുന്ന അതിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അധ്യായം 1-ന്റെ അടുത്ത മതി. അധ്യായം 1-ന്റെ എഴുത്തുണ്ട്. അതിൽ വരുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. ചൈതന്യ മഹാപ്രഭു, രൂപഗോസ്വാമി, അതേപോലെ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും രണ്ടും നമുക്ക് പറയാം. കാരണം രണ്ടുപേരും ഒരേ സമയം തന്നെ ആചാര്യന്മാരെ ആയതുകൊണ്ട് അവരൊന്നിച്ചാണ് പറയുന്നത്. രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും. പിന്നെ വരുന്നതാണ് രഘുനാഥ ഗോസ്വാമിയും ജീവഗോസ്വാമിയും. അവരും ഒന്നിച്ച് തന്നെയുള്ള ഒരേ സമയത്ത് തന്നെ ഉള്ളതാണ്. അതാണ് അവിടെ രഘുനാഥ ഗോസ്വാമിയും ജീവഗോസ്വാമിയും. കൃഷ്ണദാസ ഗോസ്വാമിയും അതാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് തോന്നി ഞാൻ വിട്ടുപോയെന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ല. ചൈതന്യ മഹാപ്രഭു, രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, അതായത് 23-ാമത്തെ പരമ്പരയിൽ 22-ാമത്തേതാണ് ചൈതന്യ മഹാപ്രഭു. 23-ാമത്തേതാണ് രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും. 24-ാണ് രഘുനാഥ ഗോസ്വാമിയും ജീവഗോസ്വാമി. 25-ാമത്തേത് കൃഷ്ണദാസ് ഗോസ്വാമി. 26 നരോത്തമ ഗോസ്വാമി. 27 വിശ്വനാഥ് ചക്രവർത്തി. 28 ബലദേവ ജഗന്നാഥൻ. 29 ഭക്തി വിനോദ്. 30 ഗൗരി കിഷോരൻ. 31 ഭക്തി സിദ്ധാന്ത സരസ്വതി. 32 AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ. ഹരേ കൃഷ്ണ. ഇത് ക്ലിയർ ആയിട്ട് ഭഗവത്ഗീതയിലെ 44-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. കൃഷ്ണൻ തൊട്ട് AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ പരൻ. അപ്പൊ ഭഗവത്ഗീത യഥാരൂപത്തില് അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മള് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ആചാര്യന്മാരായിരുന്നു. അതായത് നമ്മുടെ ശിഷ്യ പരമ്പരയിൽ രണ്ടുപേർക്കും ഒരേ പൊസിഷൻ ആയിരുന്നു ആ സമയത്ത്. അതേപോലെ 24-ാമത്തേത് രഘുനാഥ ഗോസ്വാമിയും ജീവഗോസ്വാമിയും ഒന്നിച്ചിന് എഴുതിയിട്ടുള്ളത്. അവർ ഒരേ സമയത്ത് തന്നെ അവർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും അതായത് നമ്മുടെ പരമ്പരയിൽ രണ്ടുപേർക്കും ആ സമയത്ത് ഒരേ പൊസിഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്കുള്ള പൊസിഷൻ വരും. കൃഷ്ണദാസ് ഗോസ്വാമി, നരോത്തമ ഗോസ്വാമി, വിശ്വനാഥ് ചക്രവർത്തി, ബലദേവ് ജഗന്നാഥൻ, ഭക്തി വിനോദർ, ഗൗരി കിഷോർ, ഭക്തി സിദ്ധാന്ത സരസ്വതി, AC ഭക്തി വേദാന്ത പ്രഭുപാദ. ഇങ്ങനെയാണ് ഗുരു പരമ്പര വന്നു നിൽക്കുന്നത്. രസാമൃത സിന്ധുവിന്റെ 6 ഉദ്ദേശങ്ങൾ അത് എഴുതിയിട്ടില്ല പ്രഭു. ഞാന് എഴുതിയവരാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടല്ലോ. അത് ഫസ്റ്റ് പേജ് നമ്പർ ബുക്കില് 4-ാമത്തെ പേജില്. 4-ാമത്തെ പേജിൽ ആര് എഴുതിയിട്ടുള്ളത്? എഴുതിയിട്ടുള്ളവർ വായിക്കൂ. ഒരു മിനിറ്റ് കേട്ടാ.
സ്ഥലത്തെ കുറിച്ചുള്ളതും എല്ലാം അല്ലെ ഞാൻ വായിക്കാം, കുഴപ്പമില്ല. വായിച്ചോളൂ പ്രഭു, വായിച്ചോളൂ. നാലാമത്തെ പേജിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് അത്. നാലാമത്തെ പേജില് പ്രഭു അതിന്റെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഭക്തി സേവനത്തിന്റെ 6 സവിശേഷതകൾ എന്തെല്ലാമെന്ന് വേറെ ഉണ്ടല്ലോ പ്രഭു, ഒന്നാമത്തെ ചാപ്റ്ററില്. അത് തന്നെയാണോ ഇതും? അതിന് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഭക്തി സേവനത്തിന്റെ 6 സവിശേഷതകൾ എന്തെല്ലാമെന്ന്. ഇത് ഭക്തി രസാമൃത സിന്ധുവിന്റെ 6 ഉദ്ദേശങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് മനസ്സിലായില്ല ഈ ചോദ്യം. ഭക്തി രസാമൃത സിന്ധുവിന്റെ 6 ഉദ്ദേശങ്ങളല്ലേ പറഞ്ഞത്? അതെ, അത് 4-ാമത്തെ പേജിലുള്ളത് ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. ഭക്തി സേവനത്തിന്റെ 6 സവിശേഷതകൾ. ഹരേ കൃഷ്ണ പ്രഭു, ഒരു കാര്യം പറഞ്ഞോട്ടെ? ഞാൻ ലീവ് ആവുകയാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോവാണ്, അതുകൊണ്ടാണ്. ശരി ശരി മാതാജി. നമ്മള് ശരി മാതാജി ലീവ് ആയിക്കോളൂ. എത്ര ക്വസ്റ്റ്യൻ ആണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത്? ഇൻട്രൊഡക്ഷനിൽ 11 ഉണ്ട് പ്രഭു. 11 ക്വസ്റ്റ്യൻ അല്ലേ ഉണ്ടായിരുന്നത്? അതെ, 11 ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ 11 ഉണ്ട്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ 25 ഉണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ. അതെ, ഇത് 10ാമത്തെയാണ് വരുന്നത്. ഇൻട്രൊഡക്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇൻട്രൊഡക്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് മാതാജി പറഞ്ഞത് സവിശേഷ ലക്ഷണങ്ങൾ എന്നുള്ള രീതിയിൽ വരുന്നു പറയുന്നു അല്ലേ? അത് തരംഗങ്ങളല്ലേ പ്രഭുജി? ആ തരംഗങ്ങളെ പറ്റിയുള്ളതാണ്. തരംഗങ്ങളെ കുറിച്ച് അതായത് സംശയം വന്ന്, അതായത് അവതാരികക്കകത്ത് വരുന്നതിനകത്ത് വരേണ്ടത് പൂർവം ദക്ഷിണ ഉത്തരം അതിൽ വരുന്നത്. അത് ഞാൻ വിട്ടുപോയി, ഞാൻ ഇതിട്ടാണെന്ന് ചോദിച്ചു. ഓക്കെ, ഭക്തി രസാമൃത സിന്ധുവിന്റെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭക്തി രസാമൃത സിന്ധുവിന്റെ 6 ഉദ്ദേശങ്ങൾ ജനറൽ ആയിട്ട് ഞാൻ പറയാം. നമ്മള് അതായത് ഒന്ന് നോട്ട് ചെയ്തോ. ഭക്തി നമ്മൾ 4 തരംഗങ്ങൾ ഉണ്ടെങ്കിലും അതിന് ജനറൽ ആയിട്ട് ഭക്തി രസാമൃതത്തിന്റെ 6 ഉദ്ദേശങ്ങൾ എന്ന് പറയുമ്പോ ഭക്തിയുടെ ശാസ്ത്രീയ വശങ്ങൾ പഠിപ്പിക്കുക. ഭക്തിയുടെ ശാസ്ത്രീയ വശങ്ങൾ പഠിപ്പിക്കുക. ഹരേ കൃഷ്ണ. 1 ഭക്തിരസത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ സഹായിക്കുക. ഭക്തിരസത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ സഹായിക്കുക. മറ്റ് ലൗകിക സുഖങ്ങൾ തുച്ഛമാണെന്ന് ബോധ്യപ്പെടുത്തുക. മറ്റ് ഭൗതിക സുഖങ്ങളാണോ? ലൗകിക സുഖങ്ങൾ, മറ്റ് ലൗകിക സുഖങ്ങൾ തുച്ഛമാണെന്ന് ബോധ്യപ്പെടുത്തുക. ലൗകിക മറ്റ് ലൗകിക സുഖങ്ങൾ തുച്ഛമാണെന്ന് ബോധ്യപ്പെടുത്തുക. അടുത്തത് ശുദ്ധ ഭക്തിയുടെ ലക്ഷണങ്ങൾ വിവരിക്കുക. ശുദ്ധ ഭക്തിയുടെ ലക്ഷണങ്ങൾ വിവരിക്കുക. മായാവാദി തത്വങ്ങളെ ഖണ്ഡിക്കുക. മായാവാദ തത്വങ്ങളെ ഖണ്ഡിക്കുക. 6ാമത് കൃഷ്ണ പ്രേമത്തിലേക്ക് ഭക്തരെ നയിക്കുക. കൃഷ്ണ പ്രേമത്തിലേക്ക് ഭക്തരെ നയിക്കുക. ഹരേ കൃഷ്ണ. എഴുതി പ്രഭു. ഭക്തിയുടെ ശാസ്ത്രവശങ്ങൾ പഠിപ്പിക്കുക. ഭക്തിരസത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ സഹായിക്കുക. മറ്റു ലൗകിക സുഖങ്ങൾ തുച്ഛമാണെന്ന് ബോധ്യപ്പെടുത്തുക. ശുദ്ധഭക്തിയുടെ ലക്ഷണങ്ങൾ വിവരിക്കുക. മായാവാദി തത്വങ്ങളെ ദണ്ഡിക്കുക. കൃഷ്ണപ്രേമത്തിലേക്ക് ഭക്തരെ നയിക്കുക. ഹരേ കൃഷ്ണ പ്രഭു.
വായിച്ചോളൂ ഹരേഷ്ണ. ആയി അതെഴുതി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. വൈഷ്ണവ സാധുക്കളെ ഭക്തിരസാമൃത സിന്ധുവിലെ ശ്രാവുകളായി ഉപമിക്കുന്നത് വിശദമാക്കുക. ആരെങ്കിലും എഴുതിയിട്ടുണ്ട് അത്? എഴുതിയിട്ടുണ്ട് പ്രഭു, അതെന്താ ആൻസർ കറക്റ്റ് മനസ്സിലായില്ല. ശരി, ഞാൻ പറയാം. അത് ചില പ്രസന്റേഷനിൽ ചില പോയിന്റ്സുകൾ വിട്ടുപോയിട്ടുള്ളൂ. അത് ഇത്രേ ഉള്ളൂ. അതില് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തേർഡ് ലെവലില് എല്ലാതും നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് അത് ആൻസർ പറയാം. ഇത്രേ ഉള്ളൂ. അതില് ഭക്തിരസാമൃത എന്ന അമൃത സമുദ്രത്തിലെ വലിയ സ്രാവുകളെയാണ് വൈഷ്ണവരെ സാധുക്കളായി ഉപമിച്ചിരിക്കുന്നത്. വലിയ സ്രാവുകൾ, കടലിലുള്ള വലിയ സ്രാവുകൾ, അതായത് വൈഷ്ണവ സാധുക്കളെ സമുദ്രത്തിലെ വലിയ സ്രാവുകൾ. സ്രാവുകളെ പോലെയാണ് ഉപമിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ഭക്തിരസാമൃത സമുദ്രത്തിലെ വലിയ സ്രാവുകളായിട്ടാണ് ഉപമിച്ചത്. വൈഷ്ണവ സാധുക്കളെ അല്ല, വലിയ സ്രാവുക്കളെയാണ് വൈഷ്ണവ സാധുക്കളായി ഉപമിച്ചിരിക്കുന്നത്. ഭക്തിരസാമൃത സിന്ധു എന്ന അമൃത സമുദ്രത്തിലെ വലിയ സ്രാവുകളെയായിട്ടാണ് വൈഷ്ണവ സാധുക്കളെ ഉപമിച്ചിരിക്കുന്നത്. കാരണം സ്രാവുകൾ വലിയ തിരമാലകളെ ഭയപ്പെടുന്നില്ല. അവർ സമുദ്രത്തിലെ ആഴങ്ങളിൽ ആനന്ദത്തോടെ നീന്തി തുടിക്കുന്നു. കഴിഞ്ഞില്ലേ? ഭക്തിരസാമൃത സിന്ധു എന്ന സമുദ്രത്തിലെ വൈഷ്ണവ സാധുക്കളെ വലിയ സ്രാവുകളെയായി ഉപമിച്ചിരിക്കുന്നു. സ്രാവുകൾ വലിയ തിരമാലകളെ ഭയപ്പെടുന്നില്ല. അവർ സമുദ്രത്തിന്റെ അടുത്തിട്ടിൽ ആനന്ദത്തോടെ നീന്തി തുടിക്കുന്നു. മനസ്സിലായില്ലേ കഥ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സ്രാവുകളെ പോലെയാണ് അവര്. അതായത് സംസാര സാഗരത്തെ ഒന്നും അവര് പേടിക്കാറില്ല. അവരായ ആനന്ദത്തിൽ, ആ സമുദ്രത്തിലെ ആനന്ദത്തില് നീന്തി തുടിക്കായിരിക്കുന്ന പറയുന്നത്. അതായത് ബാഹ്യമായിട്ടുള്ള അതായത് ആ സമുദ്രത്തിലേക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ ആ സമുദ്രത്തിൽ തന്നെ, അതായത് ആനന്ദ സമുദ്രത്തിൽ തന്നെ പല എന്താണ് ഇതുണ്ട്, ലെയറുകളുണ്ട്. അപ്പൊ ഇവര് ഏറ്റവും താഴ്ന്ന ലെയറിലാണ്. അപ്പൊ നമ്മളെ പോലെയുള്ള ഭക്തന്മാരെ നമ്മൾ മുകളിലത്തെ ലെയറിൽ, നമ്മൾ ചെറുമീനുകളാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? നമ്മളൊരു തിരമാല കഴിയുമ്പോഴേക്കും വേറെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മീനുകൾ ഓടി ഓടി കളിക്കും, പേടിയാവും നമുക്ക്. അമൃതത്തിൽ തന്നെയാണ്, മനസ്സിലായ? അതാണ് പ്രത്യേകത. ഇവര് ഏറ്റവും താഴ്ന്ന തട്ടിലാണെന്ന് പറഞ്ഞു. അത്രയും വലിയ സ്രാവുകളാണ്, അതാണ് പ്രത്യേകത. അപ്പൊ അവർക്ക് എന്ത് വന്നാലും അവിടെ പ്രശ്നം. ഇപ്പൊ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ പർവ്വത സ്ഫോടനങ്ങളൊക്കെ എവിടെ നടക്കും? സമുദ്രത്തിൽ നടക്കും. പക്ഷെ ആ സമുദ്രത്തിൽ ഇതൊക്കെ നടന്നു, അതായത് ബാഹ്യമായിട്ടുള്ള പല പ്രശ്നങ്ങളും നടന്നാലും ഇവർക്ക് ഒരു ഇളക്കുണ്ടാവില്ല. അവരെ പറ്റി ചിന്തിക്കില്ല. സ്രാവുകൾക്ക് ഒരു പ്രശ്നമില്ല. ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഏതെങ്കിലും കടലിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായില്ല. അതാണ് അത് ഉദ്ദേശിക്കുന്നത്.
അത് കഴിഞ്ഞില്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞില്ലേ? ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോ. അപ്പൊ ഇനി ചാപ്റ്റർ 1 അല്ലേ? ഞാൻ ബുക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിക്കട്ടാ. കാരണം നമുക്ക് എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് പോയി കഴിഞ്ഞാല് കുറെ സമയം പിടിക്കണമായിരുന്നു. നമ്മള് ക്ലാസ് അല്ലാതെ പ്രാക്ടിക്കലല്ല നമുക്ക്. അപ്പൊ ബുക്ക് വാങ്ങിക്കുക. അപ്പൊ ഇത് അതിനെ പറഞ്ഞത് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഡിസ്കഷനും ക്വസ്റ്റ്യനും കൂടെ ഒരുവിധം കവർ ചെയ്ത് പോകും. ഓക്കെ, അടുത്തത് ശ്രീമദ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിൽ 12-3 ശ്ലോകങ്ങളിൽ കപിലദേവൻ അമ്മയ്ക്ക് നൽകുന്ന ഉപദേശങ്ങൾ. നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഭക്തി സേവനത്തിന്റെ സവിശേഷ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നു. ഭൗതിക ലാഭങ്ങളിലോ അതല്ലേ പ്രഭുജി, ഭൗതിക ദാർശനികമായ ഊഹാപോഹങ്ങളിലോ താല്പര്യമില്ലാത്ത എന്റെ ശുദ്ധ ഭക്തർ അവരുടെ മനസ്സ് എന്റെ സേവനത്തിൽ മാത്രം നിരതമായിരിക്കുന്നത് കൊണ്ട് ഈ സേവനത്തിനുള്ള അവസരം ഒഴികെ മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടുന്നതിൽ തൽപരരല്ല. എന്നോടൊപ്പം എന്റെ ധാമത്തിൽ കഴിയാനുള്ള അനുവാദത്തിന് പോലും അവർ അപേക്ഷിക്കുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധഭക്തി അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശുദ്ധഭക്തി മാതാജി പറഞ്ഞ ശരിയാണ് എന്നുള്ളത് ഞാനൊന്നുകൂടെ പറയാം. അതായത് ശുദ്ധഭക്തിയുടെ ലക്ഷണങ്ങൾ വിവരിച്ചു കൊടുക്കാണ് ഈ ശ്ലോകത്തിൽ. ആർക്ക്? ദേവഹൂതിക്ക്, കപിലദേവന്റെ അമ്മയ്ക്ക്. നമുക്ക് അർദ്ധമുനിയുടെയും ദേവഹൂതിയുടെ മകനായിട്ട് ഭഗവാൻ സ്വയം അവതരിക്കുന്നതാണ് കപിലദേവനായിട്ട്, അല്ലെ? അപ്പൊ കപിലദേവൻ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. ശുദ്ധഭക്തി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അതിൽ പറഞ്ഞ ശുദ്ധഭക്തി എന്ന് പറയുമ്പോള് അപ്പൊ ആൻസർ എഴുതുമ്പോ ഇങ്ങനെ എഴുതാ, ദേവഹൂതിക്ക്, കപിലദേവൻ ദേവഹൂതിക്ക് ശുദ്ധഭക്തിയുടെ ലക്ഷണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. അപ്പൊ അതിൽ വരുമ്പോ പിന്നെ അടുത്ത ലൈനും കൂടെ വേണമെങ്കിൽ എഴുതാം. ഭൗതിക ആഗ്രഹങ്ങളോ ബലയിച്ചയോ ഇല്ലാതെ ഗംഗാ നദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ, അതിന്റെ ഒരു ഉദാഹരണ സഹിതം തടസ്സമില്ലാത്ത മനസ്സ് ഭഗവാനിലേക്ക് ഒഴുകുന്നതാണ് ശുദ്ധഭക്തി എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഗംഗാ നദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, അതിനൊരു തടസ്സമില്ല എന്നതുപോലെയാണ് ഒരു ശുദ്ധഭക്തൻ ഭഗവാനെ സേവിക്കുന്നത്. ആ ഭക്തൻ ഒരിക്കലും മുക്തി പോലും ആഗ്രഹിക്കുന്നില്ല. ആ ഭക്തൻ ഒരിക്കലും ഒരു മുക്തി പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ശുദ്ധഭക്തിനെ പറ്റി കപിലദേവൻ ആർക്ക്? ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ശുദ്ധഭക്തി അതാണ് മെയിൻ വേർഡ്. കപിലദേവൻ ദേവയ്ക്ക് കൊടുത്തത് ശുദ്ധഭക്തി. അപ്പൊ ശുദ്ധഭക്തി എന്താണെന്ന് പറയണാണ്. അതെന്ന് പറഞ്ഞത് മുക്തി പോലും ആഗ്രഹിക്കാതെ ഭഗവാന്റെ സേവനത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന വ്യക്തി. ആ വ്യക്തിനെയാണ് ശുദ്ധഭക്തൻ എന്ന് പറയുന്നത്. നമുക്കറിയാം മുക്തി തന്നെ പലതരം മുക്തികളുണ്ട്. അതൊന്നും ആഗ്രഹിക്കില്ല. അതും കുറെ ഗുണങ്ങളാണ് ഭഗവാന്റെ പോലെ സാലൂക്യ സാമീപ്യ സാരൂപ്യ സായുജ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആയത്? എഴുതിയാ? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായി കുഴപ്പമില്ല. ബേസിക് ആയിട്ട് ശുദ്ധഭക്തി എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കണം. അതാണ് കപിലദേവൻ ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ ശുദ്ധഭക്തിയിൽ ഇല്ലാത്തതാണ് മുക്തി അടക്കം. ഹരേ കൃഷ്ണ. പ്രഭുജി, മുക്തി പോലും ആഗ്രഹിക്കാതെ ഭഗവത് സേവ ചെയ്യുക അല്ലെ, അതല്ലേ ശുദ്ധഭക്തി? മുക്തി പോലെ ആഗ്രഹിക്കാതെ ഭഗവത് സേവന ചെയ്യാം. അപ്പൊ ഇത് പറയുമ്പോ ഭഗവാൻ ശുദ്ധഭക്തിയുടെ ലക്ഷണങ്ങൾ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് ഭൗതിക ലാഭങ്ങളിലോ ഫലേച്ഛയോ കൂടാതെ ഗംഗാനദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ, അത് മതി. സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ ആയിരിക്കണം ഭക്തിയുടെ സേവനം. രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് എഴുതാമോ? മുക്തി പോലെ ആഗ്രഹിക്കാതെ ഭഗവത് സേവ ചെയ്യുക. മുക്തി പോലെ ആഗ്രഹിക്കാത്തതാണ് ഭക്തിയുടെ സേവനം. അതാണ് ശുദ്ധഭക്തി എന്ന് പറയുമ്പോ. അതാണ് ഭക്തിയുടെ പല തലങ്ങൾ പറ്റുന്നത്. പരിശുദ്ധമായിട്ടുള്ള ഭക്തി എന്ന് പറയുമ്പോ ഞാൻ അതിനൊരു കഥ എന്നാണ് പറഞ്ഞത് അല്ലേ, നമ്മളെ ഗോപികമാരുടെ അവസ്ഥ. അവര് ഭഗവാന് തലവേദന എന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞു. അതാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്.
അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് നരകത്തിൽ പോയാലും കുഴപ്പമില്ല. ആ ലെവല്. അടുത്തത് പറഞ്ഞോളൂ. ഭഗവാന്റെ 5 തരം മുക്തി ഏതെല്ലാം? 5 തരം മുക്തി. പുസ്തകത്തില് പേജ് നമ്പർ 3 5 തരം മുക്തി. ഭഗവാനിൽ ലയിക്കുക, ഭഗവാന്റെ രൂപത്തിലാകുക, ഭഗവത്ധാമത്തിൽ കഴിയുക, ഭഗവാന്റെ സന്തത സഹചാരി ആയിരിക്കുക, ഭഗവാനോടൊപ്പം സർവ്വസമൃദ്ധികളും അനുഭവിച്ചുകൊണ്ട് കഴിയുക. ഞാനൊന്ന് പറയാം. അതിലെ പേരുകൾ അടക്കമുണ്ട്. സാലോക്യ, ഭഗവാന് വസിക്കുന്ന അതേ ഗ്രഹത്തിൽ വസിക്കുക, ഭഗവാന്റെ ലോകത്തിലേക്ക് കടക്കുക. സാലോക്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിലേക്ക് കടക്കുക, ഭഗവാൻ വസിക്കുന്ന അതേ ഗ്രഹത്തിൽ വസിക്കുക. ഭഗവാന്റെ ലോകത്തിലേക്ക് കടന്നു നമ്മൾ. സാലോക്യ. പിന്നെ സാമീപ്യ. സാമീപ്യം. അപ്പൊ സാമീപ്യ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ തൊട്ടടുത്ത് ജീവിക്കുക. സാമീപ്യ ഇല്ലേ. മറ്റേ സാലോക്യ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിലേക്ക്. പിന്നെ സാമീപ്യ, ഭഗവാന്റെ തൊട്ടടുത്ത് ജീവിക്കുക. പിന്നെ സാരൂപ്യ, രൂപം വന്നു. സാരൂപ്യ, ഭഗവാന്റെ അതേ രൂപം, അതായത് 4 കൈകളോടുകൂടി ലഭിക്കുക. ഭഗവാന്റെ രൂപം നാരായണ രൂപം ലഭിക്കും. ഭഗവാന്റെ രൂപം എന്ന് പറയുമ്പോൾ ശ്യാമസുന്ദര രൂപമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് വൈകുണ്ഠ ലോകങ്ങളിലല്ലാതും ഭഗവാന്റെ ചതുർഭുജ രൂപമാണ്. അതാണ് ഭഗവാന്റെ അതേ രൂപം, 4 കൈകളോടുകൂടി ലഭിക്കുക. സാരൂപ്യം, രൂപം, സാരൂപ്യം. പിന്നെ സ്രാഷ്ടി. അതെന്ന് പറഞ്ഞത് ഭഗവാന്റെ അത്രയും ഐശ്വര്യങ്ങൾ, ഭഗവാന് കിട്ടുന്ന തരത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് അവിടെ കിട്ടും, സ്രാഷ്ടിയിൽ കിട്ടും. ഭഗവാന്റെ അത്രയും ഐശ്വര്യങ്ങൾ, ഭഗവാന് കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയാണ് സ്രാഷ്ടി എന്ന് പറയുന്നത്. അല്ലെ സ്രാഷ്ടി, സായുജ്യം വരുന്നുള്ളൂ. 4ാമത്തെ സ്രാഷ്ടി. സ്രാഷ്ടി. സരിഗമ ഭഗവാന്റെ അത്രയും ഐശ്വര്യങ്ങൾ ലഭിക്കുക. സർവസമൃദ്ധികളും അനുഭവിക്കുക. സർവസമൃദ്ധികളും ഭഗവാൻ അനുഭവിക്കുന്ന പോലെ തന്നെ എല്ലാ സമൃദ്ധികളും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക. ഇനി അടുത്തത് സായുജ്യം. സായുജ്യാണ് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ അലിഞ്ഞു ചേരുക. ഭഗവാനെ നേരിട്ട് കാണൂല, ഭഗവാന്റെ ലോകവും കാണൂല, ഭഗവാന്റെ ചുറ്റുപാടുമുള്ള പ്രകാശ വലയം മാത്രം കാണുള്ളൂ. അതാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ആ ബ്രഹ്മജ്യോതിയിൽ അലിഞ്ഞു ചേരാം. അതാണ് സായുജ്യ മുക്തി എന്ന് പറയുന്നത്. സായുജ്യം. അപ്പൊ സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സ്രാഷ്ടി, സായുജ്യം. 5 തരം മുക്തികൾ. സായുജ്യ മുക്തി. ഈ സായുജ്യ മുക്തി ഭക്തന്മാർ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം അവിടെ ലയിച്ചു പോവാണ് ശരിക്കും പറഞ്ഞു. കാരണം ഭക്തന്മാർക്ക് എപ്പോഴും അപ്പൊ എന്താണ്, സേവന മനോഭാവം കിട്ടില്ല. ഭവനം വീണ്ടും ആഗ്രഹിക്കാനുള്ള സാധ്യത കിട്ടാത്തത് കാരണം കൊണ്ട് അവരൊരിക്കലും എന്താണ് സായുജ്യ മുക്തി ഇഷ്ടപ്പെടില്ല എന്നാ പറയുന്നത്. സായുജ്യം അടിയാന്ന് പറഞ്ഞ് ഭഗവാനിൽ ലയിച്ചു, കറക്റ്റ് ആണ്. പക്ഷെ ജനറൽ ആയിട്ട് പറയുന്ന ഭക്തന്മാര് അതിനേലും ഉയർന്ന ലെവലിലാണ്. ബുക്കിലുണ്ടാവും ഹരേഷ്ണ. ഇല്ല പ്രഭുജി. അതില്ലേ? ഇല്ല. ഓക്കെ നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ശരി. ഉണ്ട് പ്രഭുജി, ഉണ്ട്. സെക്കൻഡ് പാരഗ്രാഫ്, അധ്യായം 1. അതെയോ? ഉണ്ട്. ഞാൻ ഇല്ലാത്തതിൽ വരാൻ പേജ് നമ്പർ 3 അധ്യായം 1 സെക്കൻഡ് പാരഗ്രാഫിലുണ്ട്.
മുക്തി ഇത് 5 മാത്രം തരത്തിലുണ്ട്. ഇത് എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാലോക്യം എഴുതിയാൽ മാത്രമേ ഉള്ളൂ. സംസ്കൃതം വേണ്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൽ. അതെ, സായുജ്യ സാരൂപ്യ എന്നില്ല. അത് മാത്രമില്ല. സാലോക്യ സാമീപ്യം എന്ന് എഴുതിയിട്ടില്ല. അത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഹരികൃഷ്ണ. എഴുതാണ്ട് അങ്ങനെ ഒന്നും വരില്ല. ഓക്കെ, അടുത്തത് വായിച്ചോളൂ. ഭക്തി സേവനത്തിന്റെ 6 സവിശേഷതകൾ ഏതെല്ലാം? അതാണ് കഴിഞ്ഞ നമ്മൾ വിട്ടുപോയത്. അത് പറഞ്ഞോളൂ. ശുദ്ധമായ ഭക്തി സേവനം എല്ലാ തരത്തിലുമുള്ള ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും ഉടൻ മോചനമരുളുന്നു. പരിശുദ്ധ ഭക്തി സേവനം അത് എല്ലാ മംഗളങ്ങളുടെയും തുടക്കമാണ്. 3, അത് ഒരാളെ സ്വയം അതീന്ദ്രിയാനന്ദത്തിൽ എത്തിക്കുന്നു. പരിശുദ്ധ ഭക്തിയുത സേവനം വളരെ വിരളമായി മാത്രം ലഭിക്കുന്നതാണ്. ശുദ്ധമായ ഭക്തി സേവനത്തിൽ നിരതരായിരിക്കുന്നവർ മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധമായ ഭക്തി സേവനം മാത്രമാണ് കൃഷ്ണനെ പോലും ആകർഷിക്കാനുള്ള മാർഗം അല്ലേ? ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. 4-ാം പേജിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരുകൾ വേണമെങ്കിൽ എഴുതിക്കോ. ഒന്നാമത്തേത് അത് എഴുതിക്കോ. ഒന്നാമത്തേത് വരുന്നത് ശുദ്ധമായ ഭക്തിയുത സേവനം എല്ലാ തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും ഉടനെ മോചനം അരുളുന്നു. അതിന്റെ പേരാണ് ക്ലേശാഗ്നി. സംസ്കൃതം വേർഡ്, അത്രേ ഉള്ളൂ. ക്ലേശാഗ്നി, ക്ലേശങ്ങള്, നമ്മളെ ക്ലേശങ്ങള് ഭസ്മീകരിക്കുക എന്നുള്ള ഉദ്ദേശം. ക്ലേശാഗ്നി. ശുദ്ധമായ ഭക്തിയുത സേവനം എല്ലാ തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും ഉടനെ മോചനം അരുളുന്നു. ക്ലേശാഗ്നി. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പരിശുദ്ധ ഭക്തി ക്ലേശാഗ്നി. രണ്ടാമത്തേത് പരിശുദ്ധ ഭക്തിയുത സേവനം. അത് എല്ലാ മംഗളങ്ങളുടെയും തുടക്കമാണ്. അതിന്റെ പേരാണ് ശുഭദ. ശുഭദ. പരിശുദ്ധ ഭക്തിയുത സേവനം അത് എല്ലാ മംഗളങ്ങളുടെയും തുടക്കമാണ്. ശുഭദ. അടുത്തത് അതൊരാളെ അതന്നെ സാന്ദ്രാനന്ദ വിശേഷാത്മ. അതേതാണ്? അതൊരാളെ സ്വയം അതീന്ദ്രിയ ആനന്ദത്തിൽ എത്തിക്കുന്നു. അപ്പൊ അതീന്ദ്രിയം എന്ന് വരുമ്പോഴാണ് സാന്ദ്രാനന്ദ വിശേഷാത്മ. സാന്ദ്രാനന്ദ വിശേഷാത്മ. നാരായണത്തിലുണ്ട് സാന്ദ്രാനന്ദ അവബോധാത്മ. സാന്ദ്രാനന്ദ വിശേഷാത്മ. അടുത്തത് പരിശുദ്ധ ഭക്തിയുത സേവനം വളരെ വിരളമായി മാത്രം ലഭിക്കുന്നതാണ്. സുദുർലഭ. പിന്നെ അടുത്തത് ശുദ്ധമായ ഭക്തി സേവനത്തിൽ നിരതരായിരിക്കുന്നവർ മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. മോക്ഷ ലഘുദാകൃത്. ലഘുദാകൃതാണോ പ്രഭുജി? ലഘുദാകൃത്. മോക്ഷ ലഘുദാകൃത്. മോക്ഷ ലഘുദാകൃത്. മുക്തിയെ തുച്ഛമായി കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയാ എന്താ പറയുന്നത്? ശുദ്ധമായ ഭക്തി സേവനം മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. അതിൽ തന്നെ കിട്ടും മോക്ഷം ലഘുദാകൃത്. മോക്ഷത്തെ ലഘൂകരിക്കും. അങ്ങനെ കാണുന്നുള്ളത് തന്നെ. പിന്നെ അടുത്തത് പരിശുദ്ധ ഭക്തിയുത സേവനം മാത്രമാണ് കൃഷ്ണനെ ആകർഷിക്കാനുള്ള മാർഗം. കൃഷ്ണ ആകർഷണി. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ആകർഷണി. ശ്രീകൃഷ്ണ എഴുതിക്കോ. കൃഷ്ണ അല്ല, ശ്രീകൃഷ്ണ ആകർഷണി. ശ്രീകൃഷ്ണ ആകർഷണി. ഓക്കെ, എഴുതില്ലേ? അടുത്ത ചോദ്യം എന്താണ്? എല്ലാ പാപകർമ്മങ്ങൾക്കും പ്രേരകം എന്താണ്? അജ്ഞത അല്ലേ? അതെ. പിന്നെ അജ്ഞത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് എഴുതാം. അജ്ഞാനമാണ് എല്ലാ പാപകർമ്മങ്ങളും കാരണം. അല്ലെങ്കിൽ വേറൊരു രീതിയെ കുറിച്ചും കൂടെ പറയുമ്പോ നമ്മള് ഭഗവാന്റെ നിത്യദാസരാണെന്നുള്ള സത്യം പറന്നു പോകുന്നത് കൊണ്ട് തെറ്റായ പ്രവർത്തനങ്ങൾ ഉള്ള കാരണം ഭഗവാനെ മറന്നു പോവാം. അപ്പൊ നമ്മള് തെറ്റിലേക്ക് പോകും.
രണ്ടു തരം പാപകർമ്മങ്ങൾ ഏതെല്ലാം വിശദമാക്കുക. ആ പാകമായതും പാകമാകാത്തതും. പാകമായതും പാകമാകാത്തതും. അതിന്റെ സംസ്കൃതം പാകമായത്. പാകമായത് വർത്തമാനകാലത്ത് നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് നിദാനമായവ. പാകമാവാത്തത് ഇനി അനുഭവിക്കാനിരിക്കുന്നത്. അതെ, അതായത് ഒന്ന് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോ വർത്തമാന കാലഘട്ടം, മറ്റേത് ഫ്യൂച്ചർ. പ്രേരകം എന്ന് പറയുന്നതാണ് പാപകർമ്മ പ്രേരക, അതാണോ മൂന്നാമത്തെ? അല്ല, നമ്മളിപ്പോ മാതാജി പറഞ്ഞത്, അതായത് നമ്മൾ പാകമായതും പാകമാകാത്തതും. പാകമായതും പാകമാകാത്തതും. പാകമായത് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, പാകമാകാത്തത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതിന്റെ ആൻസറാ? നാലാമത്തെ. രണ്ടു തരം പാപകർമ്മങ്ങൾ എന്തെല്ലാം? അപ്പൊ മൂന്നിന്റെ ആൻസർ എന്തായിരുന്നു? അജ്ഞതയാണ് പാപകർമ്മങ്ങൾക്ക് പ്രേരകം. അജ്ഞതയാണ് പാപകർമ്മങ്ങൾക്ക് പ്രേരണം, അല്ലെങ്കിൽ ഭഗവാനെ മറന്നു പോകുന്നതുകൊണ്ട്. രണ്ടും എഴുതാൻ നോക്കും. നാലാമത്തത് രണ്ടു തരം പാപകർമ്മങ്ങൾ. അത് ഒന്ന് നമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഉദാഹരണം രോഗങ്ങളും ദാരിദ്ര്യം ഒക്കെ വരുന്നത്. നമ്മളിപ്പോ എന്താണോ അനുഭവിക്കുന്നത്, പ്ലസ് ആയാലും മൈനസ് ആയാലും. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കെടുക്കാണ്, അത് ഭാവിയിൽ ബലം തരാനുള്ളത്, അതിപ്പോ വരും നമുക്ക്. അത് രണ്ടാണ്. അതിന് വേറെ പ്രാരബ്ധത, അപ്രാരബ്ധ. ഇന്ന് പ്രാരാബ്ധം നമ്മൾ പറയില്ലേ, പ്രാരാബ്ധന്റെ പ്രാരാബ്ധം എന്ന് പറയില്ലേ, പ്രാരാബ്ധത്തിന്റെ ആവയ്ക്ക അപ്രാരബ്ധ. എത്ര ഉള്ളത്? ഒന്ന് അനുഭവിക്കുന്നത്, ഒന്ന് അനുഭവിക്കാനുള്ളത്. ഇന്ന് വർത്തമാനകാലത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, മറ്റേ ഭാവി നടക്കാൻ പോകുന്നത്, ഭാവി നടക്കാനുള്ളത്. അത് പ്ലസ് ആയാലും മൈനസ് ആണെങ്കിൽ നമുക്കറിയില്ല നമ്മളെങ്ങനെ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകണം. അടുത്തത്, ഇത്തരം പാപകർമ്മങ്ങൾക്ക് അറുതി വരുത്താൻ എന്തുകൊണ്ട് സാധിക്കും? നാമസങ്കീർത്തനം അല്ലെങ്കിൽ ഭക്തിയുദ്ധ സേവനം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ഭക്തിയുദ്ധ സേവനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? പാപകർമ്മങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് അറുതി വരും. നമ്മൾ ചെയ്തിട്ടുള്ള പാപകർമ്മം. കാരണം എന്താണ്? അതിന് നമ്മൾ ആദ്യം പഠിച്ചു, ക്ലേശാഗ്നി എന്നുള്ള ഒരു വീട് പഠിച്ചല്ലേ. അപ്പൊ എന്താണ്? നമ്മൾ ചെയ്യുന്ന പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കും. പിന്നെ അതിൽ കുറെ ഗുണങ്ങളുണ്ട്. ആദ്യം പാപകർമ്മങ്ങളിൽ നിന്ന് മാറും. പിന്നെ അതിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് കടക്കുമ്പോ നമ്മുടെ സത്സ്വഭാവം സാത്വികഗുണത്തിലേക്ക് കടക്കും. അവിടുന്ന് പിന്നെ നമ്മൾ പ്രേമഭക്തിയിലേക്ക് കടക്കും, ആനന്ദത്തിലേക്ക്, അല്ലെ? നമ്മളിങ്ങനെ സ്റ്റെപ്പ് ആദ്യം നമ്മളെ പ്യൂരിഫൈ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഭക്തി പ്രാക്ടീസ് ചെയ്യണു. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആനന്ദത്തിലേക്ക് കടക്കും. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ജനറൽ ആയിട്ട് പറയും. നമ്മളന്ന് പറഞ്ഞില്ലേ സാമാന്യ ഭക്തി, ആ സ്റ്റേജ് തന്നെയാണ് ഇതിൽ പറയുന്നത്. കൊച്ചിൽ മിനിമം എങ്ങനെയെങ്കിലും എഴുതാ പാപഫലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഭക്തിയിലൂടെ ഒരാൾക്ക് പാപഫലങ്ങളിൽ മോചനം ലഭിക്കുന്നു, അയാൾ സൽസ്വഭാവിയാകുന്നു, ശാശ്വതമായ ആനന്ദം ലഭിക്കുന്നു. ഓക്കെ, അടുത്തത് പാപകർമ്മങ്ങൾ കൊണ്ടുണ്ടായ 4 ഫലങ്ങൾ. ഫലപ്രാപ്തിയിൽ എത്താത്തത്, വിത്തായി കിടക്കുന്നത്, പാകമായി കഴിഞ്ഞത്, മിക്കവാറും പാകമായത്. പേജ് നമ്പർ എത്ര മാതാജി? പേജ് നമ്പർ 7. ഓക്കെ ഓക്കെ, നമ്പർ 7 രണ്ടാമത്തെ പേരല്ലുണ്ട് കേട്ടോ ഹരേഷ്. ഓക്കെ, അപ്പൊ അതിന് ഇതേപോലെ തന്നെ ആദ്യത്തേത് ബലം തരാൻ തുടങ്ങിയിരിക്കുകയാണ്. ബലം തരാൻ തുടങ്ങാത്തത് അപ്രാരബ്ധ, നമ്മൾ പഠിച്ചത് തന്നെ. പിന്നെ വിത്ത് പാകിയ അവസ്ഥ, അതിന് കൂടം. വിത്ത് പാകി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, വിത്ത് പാകിയിരിക്കുകയാണ്. പിന്നെ ബീജം, പാപം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടമാക്കാൻ തുടങ്ങുന്നത്, ബീജാവസ്ഥ. പിന്നെ പ്രാരാബ്ധത, ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാരാബ്ധം. മറ്റേതിന്റെ ആദ്യം പറഞ്ഞതിന്റെ 2 ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതില് 2 4 അപ്രാരാബ്ധം, കൂടം, ബീജം, ഫലോന്മുഖം. അപ്രാരബ്ധ, കൂടം, ബീജം, പ്രാരാബ്ധത. പ്രാരാബ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം തരാൻ തുടങ്ങാത്തത്, പാകമാകാത്തത്, വിത്തായി കിടക്കുന്നത്, പാകമായി കഴിഞ്ഞത്, പാകമായി കഴിഞ്ഞത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മിക്കവാറും പാകമായത്. ബീജം, കൂടം, പിന്നെന്താ പറഞ്ഞു? ബീജം, പ്രാരാബ്ധത.
അപ്രാരാബ്ധത കൂടം ബീജം പ്രാരാബ്ധത. അപ്രാരാബ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം തരാൻ തുടങ്ങാത്തത്. കൂടം എന്ന് പറഞ്ഞാൽ വിത്ത് പാകിയ അവസ്ഥയിലുള്ളത്. ബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകം ചെയ്യാൻ ആഗ്രഹം പ്രകടമാകുമ്പോൾ തുടങ്ങുന്നത്. പിന്നെ ബലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രാരാബ്ധം. അപ്പൊ ഒരു ഓർഡറായിട്ട് എടുക്കണെങ്കിൽ ആദ്യം ബീജം, പിന്നെ കൂട്, പിന്നെ അപ്രാരാബ്ധത, പിന്നെ പ്രാരാബ്ധത. അതായത് ആദ്യം തന്നെ നമ്മൾ ആഗ്രഹം, നമ്മൾ എന്ത് തെറ്റോ ശരി ചെയ്യണം എന്നുള്ള ആഗ്രഹം നമ്മളിലേക്ക് വരുമ്പോ നമ്മളുടെ ഉള്ളിൽ ഒരു ബീജം വന്നു. പിന്നെ അത് ബീജം വന്ന് അത് അതിന്റെ ഒരു പൊസിഷൻ സെറ്റ് ആവും. അതിന് കൂടാം വിത്ത് പാകിയ അവസ്ഥ. അപ്പൊ വിത്ത് പാകി നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. അപ്പൊ അത് ബീജായി. പിന്നെ അത് ആഗ്രഹിച്ച് അതിനുള്ള എല്ലാ പോട്ടും എന്താ പറയാ വളവും ഇതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അത് വലുതാവണം. അങ്ങനെ വലുതാവുമ്പോഴാണ് നമുക്ക് എന്താണ് ബലം തരാൻ തുടങ്ങാത്തതാണ്. വലുതായിക്കൊണ്ടിരിക്കണുള്ളൂ, ഫലമായിട്ടില്ല, അത് വളർച്ചയിലാണ്. അപ്പൊ അതിന് സമയം പിടിക്കും. ചിലത് പെട്ടെന്നാവും, ചിലത് സ്ലോയിലാവും. ഈ രണ്ട് കാര്യം പെട്ടെന്നാവും. 7ാമത്തെ പേജില് മിക്കവാറും ഭാഗമായതും തുടങ്ങുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 7 തൊട്ട് 7ാമത്തെ പേജിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് താൽക്കാലികമായി പാപഫലങ്ങൾ ഒഴിവാക്കൽ എങ്ങനെയാണ് സാധിക്കുന്നത്? പാപഫലങ്ങൾ ഒഴിവാക്കാൻ വൈദികമായ അനുഷ്ഠാനങ്ങൾ, ദാനധർമ്മങ്ങൾ, തപസ് എന്നിവയിലൂടെ പാപഫലങ്ങൾ ഒഴിവാക്കാം. ശരിയാ. വൈദികമായ അനുഷ്ഠാനം, ദാനധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, തപസ്, വ്രതങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അത് പ്രായശ്ചിത്താണ്. ശരിക്കും പറയുമ്പോ നമ്മൾ എന്താണ് അങ്ങനെ നമുക്ക് പാപകർമ്മങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പേജ് 8 ലാസ്റ്റ് പാര, ഫസ്റ്റ് സെന്റൻസ്. അതെ, എഴുതില്ലേ? ഓക്കെ, നമുക്ക് നിർത്താം. 30 ഒരു 5 മിനിറ്റും കൂടെ ചെയ്യാം. എല്ലാവർക്കും ചില ഇതുണ്ടാവില്ല. അതെ, കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ ഇതല്ല. ഓക്കെ, പറഞ്ഞോളൂ. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ലോകം മുഴുവൻ ആകർഷിക്കാനും ഓരോരുത്തർക്കും ആനന്ദം അനുഭവിക്കാനും കഴിയും. മനുഷ്യവർഗത്തിന് പുറമെ പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും അവർ ആനന്ദം നൽകുന്നു. ശരി. അപ്പൊ ചുരുക്കിയത് നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് ഞാൻ എഴുതിയേക്കണമെന്ന് വായിക്കട്ടെ. വായിച്ചോളൂ. കൃഷ്ണാവബോധം അജ്ഞതയെ നശിപ്പിക്കും. കൃഷ്ണാവബോധത്തോടെയുള്ള ശുദ്ധമായ ഭക്തിയുത സേവനം കൊണ്ട് ഏറ്റവും വലിയ ജ്ഞാനം സമ്പാദിക്കും. കൃഷ്ണാവബോധത്തിൽ മുഴുവൻ ഭക്തിയുടെ സേവനം ചെയ്യുന്നത് കൊണ്ട് ദേവന്മാരുടെ സദ്ഗുണങ്ങൾ കൈവരും. ഓക്കെ, അത് ശരിയാണ്. അത് നമുക്ക് പല രീതിയിൽ എഴുതാം. അതിനെപ്പറ്റി കൃഷ്ണാബോധത്തിന്റെ പ്രത്യേകതകൾ. അതായത് ഏറ്റവും ചുരുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടാണ് ചെയ്യുന്നത് ശരിക്കും. അപ്പൊ അതിന് പല മാർഗങ്ങൾ ഇട്ട് പല ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. നമുക്കറിയാം, ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ് ഭഗവത് പ്രസാദം അല്ലേ? പിന്നെ ഉന്നതമായ ആത്മീയ പദവിയിലേക്ക് എങ്ങനെ കടക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത അല്ലെ? നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് നാമജപത്തിനെ പറ്റി നമുക്ക് മനസ്സിലായി, കൃഷ്ണപ്രസാദത്തെ പറ്റി മനസ്സിലായി, പിന്നെ ഉന്നതമായ ആത്മീയ ബോധത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്താം എന്നുള്ള ഒക്കെ നമുക്ക് കൃഷ്ണബോധ പ്രസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ മാതാജി പറഞ്ഞത് ശരിയാണ്. ആദ്യം എന്റെ മാതാജി പറഞ്ഞതും എല്ലാവരും പറഞ്ഞത് ശരിയാണത്. നമുക്കത് പല രീതിയിൽ എഴുതാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് 3 തരം സുഖങ്ങൾ. ഭൗതികാനന്ദത്തിൽ നിന്നും കിട്ടുന്ന സുഖം, ബ്രഹ്മവുമായുള്ള ഐക്യത്തിൽ നിന്ന് കിട്ടുന്നത്, കൃഷ്ണാവബോധത്തിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ല? ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ തൃപ്തി അല്ലെ? ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദം ഓക്കെ, അതൊന്നും ഞാൻ പറയാം. ഭൗതിക സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ തൃപ്തിയുള്ള കിട്ടുന്നത്. ബ്രഹ്മാനന്ദം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ബ്രഹ്മമായി ഐക്യം ചേരുമ്പോഴുള്ള കിട്ടുന്ന സുഖം. ഭക്തിയാനന്ദം കൃഷ്ണപ്രേമം എന്ന് പറയുമ്പോ ഭഗവാന്റെ പൂർണ്ണ സമർപ്പണത്തിനോട് സേവനം ചെയ്യുമ്പോ നമുക്ക് കിട്ടണ ആനന്ദം. ഓക്കെ, അടുത്തത്
ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ നിർത്താൻ നോക്കാം, അല്ലെങ്കിൽ ലേറ്റ് ആവും. നിർത്താൻ നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ നാളെ തൊട്ട് കുറെ ഉണ്ട്, തീരില്ല നമ്മളെന്തായാലും. 10 വരെയായി, 11 തൊട്ട് നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരി. പഞ്ചകൽപരൂപേച്ച കൃപാസിന്ധ്യാപച്ച പതിനം ഭാവനേഭ്യ വൈഷ്ണവേഭ്യ നമോ നമഃ അനന്തകോടി വൈഷ്ണവ ഭക്തകൃപവാദിക്ക് ഗുരുദേവ് ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നാളെ കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.